മാർട്ടിനച്ചൻ തന്റെ പുത്തൻ കുർബാനയ്ക്ക് ശേഷം നടത്തിയ നന്ദി പ്രസംഗത്തിൽ നിന്ന് കുടുംബാംഗങ്ങളെ, സ്നേഹിതരെ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. 1 തെസ്സലോനിക്കർ 5:18 തിരുവചനം, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. നീണ്ട ഒരു 12 വർഷക്കാലത്തിൻ്റെ പരിശീലനത്തിന് ശേഷം ഈ ഒരു സമയം ഇങ്ങനെ വന്ന് നിൽക്കുവാൻ സാധിക്കുന്നതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് എൻ്റെ കഴിവോ മികവോ ഒന്നുമല്ല, തമ്പുരാൻ്റെ വലിയ ദാനമാണ്, തമ്പുരാൻ്റെ വലിയ കൃപയാണ്. അതിനോട് ചേർന്ന് ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് തന്നെ നന്ദി മാത്രമേ ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ എനിക്കിപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. ആദ്യമേ തന്നെ അനന്തകാരുണ്യവാനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊള്ളട്ടെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ യാത്രയിൽ ഒത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയെല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ശക്തി കർത്താവ് എനിക്ക് നൽകി എന്ന് ഞാൻ ഈ ഉറച്ച വിശ്വാസത്തിൽ ഞാൻ ഓർക്കുന്നു. തിരുവല്ല അതിരൂപതയുടെ അധ്യക്ഷൻ അഭിമന്യ തോമസ് മാർ കുർലോസ് തിരുമനസാണ്. യഥാർത്ഥത്തിൽ പലർക്കും അറിയാത്തൊരു കാര്യം, വളരെയധികം അഭേദ്യമായ ബന്ധമാണ് കുർലോസ് പിതാവിന് ഞങ്ങളുടെ കുടുംബമായിട്ടുള്ളത്. പ്രത്യേകിച്ച് എൻ്റെ സഹോദരിക്ക് ആദ്യ കുർബാന നൽകിയത് ബഹുമാനപ്പെട്ട പിതാവാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ബാല്യകാലത്തിലെ തിരുവെഴുത്ത് അതും നടത്തിയത് വന്യ കുർലോസ് പിതാവാണ്. ഈ അവസരത്തിൽ പിതാവിനോട് ആദ്യമേ ക്ഷമ ചോദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ചില പ്രത്യേകമായ സാഹചര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിതാവിനെ ക്ഷണിക്കുവാനോ അങ്ങനെ വിളിക്കുവാൻ സാധിച്ചില്ല. എങ്കിൽ പോലും കഴിഞ്ഞ ആഴ്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പിതാവിൻ്റെ ഒരു ഫോൺ കോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട പപ്പയ്ക്ക് വരികയുണ്ടായി. പിതാവ് പറഞ്ഞു, ഞാൻ പ്രഭയമ്മയുടെ കാര്യമൊക്കെ അറിഞ്ഞു, മകൻ്റെ പട്ടമൊക്കെ അറിഞ്ഞു, തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഓർക്കും എന്ന് പിതാവ് അറിയിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ പിതാവിൻ്റെ അസാന്നിധ്യത്തിലും പിതാവിൻ്റെ പ്രാർത്ഥനാപരമായ സാന്നിധ്യം കൂടെയുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാവരുടെയും നാമത്തിൽ, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നാമത്തിൽ അഭിമന്യ തോമസ് മാർ കുർലോസ് പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. അടുത്തതായിട്ട് നന്ദിയോടെ ഓർക്കുവാൻ ആഗ്രഹിക്കുന്നത് കാലം ചെയ്ത പ്രത്യേകമായി ഗുഡ്ഗാവ് രൂപതയുടെ പ്രഥമ അധ്യക്ഷൻ അഭിമന്യ ജേക്കബ് മാർ ബർണബാസ് പിതാവാണ്. ഞാൻ 2014 ആശ്രമത്തിൽ ചേർന്നപ്പോൾ പിതാവ് എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. മകൻ പോയിക്കോ, പക്ഷേ ആശ്രമത്തിൽ പോകണമെന്നുണ്ടോ പിതാവ് എന്നോട് ചോദിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ പിതാവ് തന്നെ കാണാൻ ഇടയായപ്പോൾ പിതാവ് തന്നെ പറഞ്ഞു, നീ തിരഞ്ഞെടുത്ത വഴി വളരെ ഉത്തമമാണ്. കാരണം അവിടെ ഡൽഹിയിലായിരുന്നപ്പോഴും എനിക്ക് ആദ്യ കുർബാന നൽകിയത് അഭിമന്യ ബർണബാസ് പിതാവാണ്. ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു, സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ബർണബാസ് പിതാവ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ നാമത്തിൽ ഏറ്റവും സ്നേഹത്തോടെ വന്യപിതാവിനെ ഈ അവസരത്തിൽ ഓർത്ത് നന്ദി പറയുന്നു. അടുത്തതായിട്ട് നന്ദിയോടെ ഓർക്കുവാൻ ആഗ്രഹിക്കുന്നത് ഗുഡ്ഗാവ് രൂപതയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ തോമസ് മാർ അന്തോണീസ് പിതാവാണ്. ഏകദേശം 2 ദിവസം മുമ്പ് തന്നെ എനിക്ക് നീണ്ട ഒരു ലെറ്റർ വന്യപിതാവ് എനിക്ക് നൽകുകയുണ്ടായി. വളരെ രസകരമായ വാക്കുകളും വളരെ ഹൃദയത്തെ സ്പർശിക്കുന്ന വാക്കുകളിലൂടെ വന്യപിതാവിൻ്റെ എല്ലാവിധമായ സ്നേഹ ആശംസകളും പ്രാർത്ഥനാ സഹായങ്ങളും പിന്തുണയുമുണ്ട് എന്ന് പിതാവ് അറിയിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ ഗുഡ്ഗാവ് രൂപതയുടെ അധ്യക്ഷൻ വന്യ തോമസ് മാർ അന്തോണീസ് പിതാവിനെ എൻ്റെയും എല്ലാവരുടെയും കുടുംബത്തിനും പേരിൽ നന്ദിയോടെ ഓർക്കുന്നു. നന്ദിയോടെ ഓർക്കുവാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കൊച്ചു കുടുംബത്തോടാണ്. ആദ്യമേ നന്ദിയോടെ ഓർക്കുവാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ സഹോദരിയോടാണ്. യഥാർത്ഥത്തിൽ ഞാനും ചേച്ചിയും തമ്മിൽ 8 വയസ്സ് വ്യത്യാസമാണ് ഉള്ളത്. എൻ്റെ ജനനത്തിൻ്റെ വലിയൊരു കാരണം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചേച്ചി തന്നെയാണ്. കാരണം ചേച്ചിയുടെ ജനനത്തിന് ശേഷം കുറച്ച് കാലഘട്ടത്തിനൊക്കെ ശേഷം ചേച്ചി എപ്പോഴും പറയുകയുണ്ടായിരുന്നു, എനിക്കൊരു അനുജനെ വേണം, അല്ലെങ്കിൽ എനിക്കൊരു സഹോദരി വേണമെന്ന് നിർബന്ധം പിടിക്കുന്നുണ്ടായിരുന്നു. ആ നിർബന്ധത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇത്രത്തോളം എനിക്ക് വേണ്ടി എല്ലാവിധമായ സഹായങ്ങൾക്കും ചേച്ചി എനിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. തുടർന്നും എനിക്ക് വേണ്ടി ചെയ്യും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഞാൻ അഭിമാനപൂർവ്വം പറഞ്ഞുകൊള്ളട്ടെ. എത്രത്തോളം നന്ദി പറഞ്ഞാൽ മതിയാവില്ല എന്നെനിക്കറിയാം. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയുവാൻ സാധിക്കും, ഞാൻ ചേച്ചിയുടെ വാവൻ ആയിരിക്കും, തുടർന്നുള്ള ജീവിതകാലം അങ്ങനെ തന്നെ ആയിരിക്കും. ഈ അവസരത്തിൽ ഞാൻ നന്ദിപൂർവ്വം അറിയിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് എനിക്ക് വേണ്ടി ചെയ്ത എല്ലാവിധമായ സഹായങ്ങൾക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നന്ദിയോടെ ഓർക്കുവാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മൈ ബ്രദർ ഇൻ ലോ എറിൽ റൊസാരിയോ ആണ്.
ശരിക്കും പറഞ്ഞാൽ ആ ഇൻലോ എന്ന വാക്ക് ഞാൻ മാറ്റിക്കൊണ്ട് ഒരു മൂത്ത ജ്യേഷ്ഠനായിട്ടാണ് അദ്ദേഹം എൻ്റെ കുടുംബത്തോട് ചേർത്ത് നിൽക്കുന്നത്. ആൻഡ് ഐ ഓൾവേസ് കൺസിഡർ ഹിം as my big brother. So big brother, thank you from the bottom of my heart for all the wonderful things that you have done for me. Thank you so much. അവസാനമായിട്ട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് ജന്മം നൽകിയ അപ്പനും അമ്മയ്ക്കാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും പലരും പല രീതിയിലും പറയുകയുണ്ടായി. പ്രത്യേകിച്ച് പ്രൊവിൻഷ്യാളച്ചനും അതോടൊപ്പം തന്നെ മദർ തമ്മയും പറയുകയുണ്ടായി. ഒത്തിരി പ്രതിസന്ധിയുടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. കാരണം ഒരു ഏകമകനായതുകൊണ്ട് അന്നും ഇന്നും ഇനി അങ്ങോട്ടും അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യം ഇത് തന്നെ ആയിരിക്കും, ഇനി വീട്ടുകാരുടെ കാര്യം ആര് നോക്കുമെന്നുള്ളത്. പക്ഷേ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ 2014 വീട്ടിൽ ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രത്യേകിച്ച് സെൻറ്റ് ജോർജ് കുടുംബത്തിലെ അവിടെ ഉണ്ടായിരുന്ന ദേവാലയത്തിലെ അംഗങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നീ പോയിക്കോ മകനെ, നിൻ്റെ വീട്ടുകാരെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ആ ഒരു പിൻബലം അവർ എന്നും എനിക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ അവസരത്തിൽ എൻ്റെ അപ്പനമ്മയെ ഞാൻ ഓർക്കുമ്പോൾ പ്രത്യേകിച്ച് ഒത്തിരി അധികം കഷ്ടപ്പാടുകൾ അവർ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് ഞാൻ എപ്പോൾ അവധിക്കൊക്കെ പോകുമ്പോഴും ഏകദേശം 10-12 ദിവസമോ എനിക്ക് അവധി ഉണ്ടാക്കുകയുള്ളൂ. ആദ്യത്തെ 2 തവണ ഡൽഹിയിലായിരുന്നു, ഈ കഴിഞ്ഞ 2 വർഷവും ഞാൻ നാട്ടിലായിരുന്നു. ഈ 4 അവധികളിലും ഈ 10-12 ദിവസങ്ങളിൽ ഭൂരിഭാഗം അവധികൾ ഞാൻ ചെലവഴിച്ചത് ആശുപത്രിയിലായിരുന്നു. കാരണം ആദ്യമേ തന്നെ അമ്മയുടെ ചികിത്സയെ പ്രതി അതോടൊപ്പം തന്നെ പപ്പയുടെ ചില ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചപ്പോൾ അവിടെയും ആശുപത്രിയിൽ ഞാൻ പലവിധമായ സാഹചര്യങ്ങളായിട്ടുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ വലിയൊരു നിയോഗമാണ്, നടത്തിപ്പാണ് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. എനിക്ക് ഉറപ്പോടെ പറയാൻ സാധിക്കും, ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ വലിയൊരു പിൻബലം എൻ്റെ അപ്പനമ്മൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് അമ്മ ഇങ്ങനെ ഇരിക്കുവാൻ സാധിക്കുന്നതിൽ ഒരുപക്ഷെ നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിൻ്റെ വലിയൊരു സാക്ഷ്യമാണ്, അതിൻ്റെ വലിയൊരു അത്ഭുതമാണ് എൻ്റെ അമ്മ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പപ്പയും അമ്മയ്ക്കും ഞാൻ സ്നേഹത്തോടെ അച്ചാച്ചിയും അമ്മയും എന്നാണ് വിളിക്കുന്നത്. അച്ചാച്ചി അമ്മയ്ക്കും എനിക്കൊരു വാക്ക് മാത്രമേ പറയാനുള്ളൂ. അഭിമന്യ ബാവ തിരുമനസ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ പെട്ടെന്ന് കടന്നു വരികയാണ്. ഓരോ കുർബാനയെ അർപ്പിക്കുമ്പോഴും വൈദികൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, ദൈവമേ എൻ്റെ മാതാവിനെയും പിതാവിൻ്റെയും സഹോദരിയെയും മറ്റെല്ലാ കുടുംബക്കാരെയും ഞാൻ പരിശുദ്ധ കുർബാനയിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ തുടർന്നും എല്ലാ കുർബാനയ്ക്കും നിങ്ങൾ രണ്ടുപേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ ഇത്രത്തോളം എന്നെ വഴി നടത്തിയ, എനിക്ക് വേണ്ടി ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്തു തന്ന എൻ്റെ പ്രിയപ്പെട്ട പപ്പയ്ക്കും അമ്മയ്ക്കും എല്ലാവിധമായി ഞാൻ നന്ദി അറിയിക്കുന്നു. നന്ദി പറയേണ്ട ആവശ്യമില്ല, എങ്കിലും ഒരിക്കൽ കൂടെ നന്ദിയോടെ ഓർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട്, പ്രത്യേകിച്ച് ഈ ഒരു കഴിഞ്ഞ മാസം വലിയൊരു ക്ലേശത്തിൻ്റെ ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ സമയത്തും അച്ചാച്ചി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരിക്കൽ പോലും പട്ടത്തിൻ്റെ കാര്യമോ അല്ലെങ്കിൽ പുത്തൻ കുർബാനയുടെ കാര്യമോ എന്നോട് ചോദിച്ചില്ല. എപ്പോഴും അമ്മയുടെ കാര്യമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെയൊക്കെ ഞാൻ പപ്പയോട് പറഞ്ഞൊരു കാര്യം, കുഴപ്പമില്ല, എല്ലാം കർത്താവ് നടത്തിക്കൊള്ളും, നമ്മുടെ കുടുംബക്കാരും നമ്മുടെ സ്നേഹിതരും അതെല്ലാം നടത്തിക്കൊള്ളും എന്നുകൊണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ചാച്ചിയോടും അമ്മയോടും എല്ലാവിധമായ നന്ദിയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. തുടർന്നുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ എപ്പോഴും ഉണ്ടാകും, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന ഉറപ്പോടെ ഞാൻ എൻ്റെ ശുശ്രൂഷ പൗരത്വത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോകുകയാണ്. അവസാനമായി ഒരിക്കൽ കൂടെ നന്ദിയോടെ ഓർക്കുമെന്നു ഇവിടെ ആയിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും എല്ലാ സ്നേഹിതരെയും ഓർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പലരും പറഞ്ഞതുപോലെ തന്നെ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലായിരുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ പല സാഹചര്യങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. വിട്ടുപോകാം, അല്ലെങ്കിൽ ഏകമകനായതുകൊണ്ട് അപ്പനമ്മയെ നോക്കാൻ ആരുമില്ലല്ലോ, വിട്ടുപോയി കളയാം എന്ന പല കാരണങ്ങളാൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പലരുമായി പങ്കുവെച്ചിട്ടുമുണ്ട്. പക്ഷെ അവിടെയെല്ലാം ഞാൻ മുമ്പോട്ട് പോയത് ഇവിടെ ആകാതിരിക്കുന്ന അസാന്നിധ്യത്തിലായിരിക്കുന്ന ഒരുപാട് ജനങ്ങളുടെ പ്രാർത്ഥനയാണ്. നിങ്ങളുടെ മുഖത്ത് കാണുന്ന സന്തോഷവും നിങ്ങളുടെ മുഖത്ത് കാണുന്ന ഈ ആനന്ദമാണ് എനിക്ക് മുമ്പോട്ട് നീങ്ങുവാനുള്ള വലിയൊരു പ്രചോദനം നൽകിയത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ഈ ഫോട്ടോ ഇങ്ങനെ മീഡിയയിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ കുറച്ച് പേര് എന്നെ വിളിച്ച് പറയുകയുണ്ടായി, അച്ഛനെ കാപ്പയിൽ കാണുമ്പോൾ വളരെ ഭംഗിയാണെന്നുള്ളത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഈ കാപ്പ ഇങ്ങനെ ഇട്ട് നിൽക്കുമ്പോൾ ഇതിന് ഭംഗി വരുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളാണ് ഇതിന് കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നതും ഈ കാപ്പയുടെ ഉള്ളിലായിരിക്കുന്ന എനിക്ക് കൂടുതൽ അഴക് നൽകുന്നതും. അതുകൊണ്ട് മുമ്പോട്ടും ഈ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ അവസരത്തിൽ ഒരിക്കൽ കൂടെ എല്ലാവരെയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് വേണ്ടി ചെയ്ത ഇത്രത്തോളം എല്ലാവിധമായ സഹായങ്ങൾക്കും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു.